അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരാള് സ്വർഗത്തിൽ കടക്കുന്ന അമലുകൾ ചെയ്യും, അത്തായകൂന ബൈനഹു വബൈനൽ ജന്നത്തി ദിറാഅ്, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മുഴമേ ഉള്ളൂ മരിക്കേണ്ട താമസം സ്വർഗത്തിൽ കടത്തും. ആ രൂപത്തിൽ ഹറാം ചെയ്യാറില്ല, കറാഹത്ത് ചെയ്യാറില്ല, ഒരു നിർബന്ധം ഒഴിവാക്കാറില്ല, ഒരു സുന്നത്ത് ഒഴിവാക്കാറില്ല. ഈ രൂപത്തിൽ നന്മകൾ മാത്രം ചെയ്ത് ജീവിച്ചൊരു മനുഷ്യൻ അവനതാ ഒരു തെറ്റങ്ങ് ചെയ്യുന്നു. ആ തെറ്റോടുകൂടെ അവനങ്ങ് മരിച്ചു പോകുന്നു. സ്വർഗത്തിന്റെ അമലുകൾ മാത്രം ചെയ്ത ഈ മനുഷ്യൻ അവൻ നരകത്തിൽ കടക്കുന്നു. ഖാല റസൂലുള്ളാഹി. നമ്മൾ മനസ്സിലാക്കണം, ഒരു അവസാന ടൈമിലുള്ളതായ ഒരു തെറ്റ്. നാം തെറ്റിന്റെ വില എത്രയാണ് കണ്ടത്, തെറ്റിന്റെ ഗൗരവം എത്രയാണ് കണ്ടത്, എത്രയാണ് തെറ്റിന് ഭാരമുള്ളത്. നാം അമലുകളൊക്കെ ചെയ്തു, കുറെ അമലുകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അല്ലാഹു തആല നമ്മെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തെറ്റങ്ങ് ചെയ്താൽ അത് റബ്ബ് പുറത്തു തന്നില്ലെങ്കിൽ ഈ അമലുകളെ മുഴുവനും അത് കവർ ചെയ്യുന്നതാണ്. ഈ അമലിനെ മുഴുവൻ ഓവർടേക്ക് ചെയ്ത് നരകത്തിലേക്ക് ഇവനെ കൊണ്ടുപോകുന്നതാണ്. ബഹുമാനപ്പെട്ട അഫീഫുദ്ദീൻ അബ്ദുല്ലാഹി ലാഫി തങ്ങൾ പറയുന്നു, അതാ മുൻകഴിഞ്ഞ കാലത്ത് ഇബാദത്തിനായി കഴിഞ്ഞുകൂടിയ വിജന സ്ഥലത്ത് പോയി, ആരാരുമില്ലാത്ത സ്ഥലത്ത് പോയി രാപ്പകലില്ലാതെ റബ്ബിന് ഇബാദത്തെടുത്തൊരു മനുഷ്യൻ ബനൂ ഇസ്രായേലിൽ കഴിഞ്ഞുപോയ സംഭവത്തെ പറ്റിയാണ് പറയുന്നത്. അതാ ആ ഇബാദത്തുമായി നീങ്ങിയ മനുഷ്യൻ 60ഓളം വർഷം ഇബാദത്തെടുത്തു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ ചിന്തിക്കണം, ഞാനൊരു നിസ്കാരം കളാക്കിയിട്ടില്ല, ഞാനൊരു നോമ്പ് കളാക്കിയിട്ടില്ല, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ സ്വർഗത്തിൽ തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന സഹോദരാ, നമ്മുടെ ആഖിബത്ത് എന്താണ്, നമ്മുടെ അവസാനം എന്താണ്, പേടിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ലാഫി തങ്ങൾ പറയുന്നു, ആ 60 വർഷം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ആ മനുഷ്യനതാ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുകയാണ്. പിശാച് തോന്നിപ്പിച്ചതാണ്. തന്റെ സൗമ്യത്തിൽ, തന്റെ ഇബാദത്ത് പുരയിൽ രാപ്പകലില്ലാതെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യൻ മുന്തിരി വള്ളി വന്നിട്ട് തന്റെ ആ ഇബാദത്ത് പുരയിലേക്ക് അതാ മുന്തിരി കാഴ്ച കിടക്കുന്നു. അതിൽ നിന്ന് മുന്തിരി എടുത്ത് ഭക്ഷിക്കുന്ന കറാമത്തിന്റെ ഉടമയായ മനുഷ്യൻ, ആ മനുഷ്യനതാ ഒരു വേള പുറത്തേക്ക് ഇറങ്ങാൻ തോന്നിയപ്പോൾ അതാ പിശാച് ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയുടെ മനസ്സിൽ എന്തോ വേണ്ടാത്ത ചിന്തയിട്ട് കൊടുത്തു. അവൾക്ക് ഈ മനുഷ്യനെ കാണിച്ചു കൊടുക്കുന്നു. ആ പെൺകുട്ടി അരികിലേക്ക് വരുന്നു, അവളുമായി സംസാരിക്കുന്നു. നഊദു ബില്ലാഹ്, ഈമാൻ ഉരപ്പെടുന്ന കുറ്റമായ വ്യഭിചാരം ചെയ്യുന്നു. 60 വർഷക്കാലം ഇബാദത്തെടുത്ത് കറാമത്തുകൾ വന്നതായ ഒരു വലിയ മഹാന്റെ കയ്യിൽ പറ്റിയ തെറ്റാണ്. ആ തെറ്റങ്ങ് പറ്റി ആ മനുഷ്യനങ്ങ് മരിച്ചു പോകുന്നു. അഫീഫുദ്ദീൻ അബ്ദുല്ലാഹി ലാഫി തങ്ങൾ പറയുന്നു, അതാ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ എടുക്കുന്നത് അംബിയായിലൂടെ റിപ്പോർട്ട് കിട്ടിയതായിരിക്കണം. ആ മനുഷ്യനെ വിചാരണ എടുക്കുകയാണ്, ആ മനുഷ്യന്റെ അമലുകൾ തൂക്കുകയാണ്. ആ മനുഷ്യൻ ചെയ്ത 60 വർഷം ചെയ്തതായ ആ നന്മകൾ മുഴുവനും, രാപ്പകലില്ലാത്ത നിസ്കാരങ്ങൾ, അതാ എല്ലാ ദിവസവും നോമ്പ്, ഒരു തെറ്റ് ചെയ്യാത്ത മനുഷ്യൻ ആ അമലുകൾ മുഴുവനും മീസാനിന്റെ ഒരു തട്ടിൽ വെക്കുന്നു. ഒരു വ്യഭിചാരം ചെയ്ത ഒരു വ്യഭിചാരത്തെ മറ്റേ തട്ടിലും വെക്കുന്നു. ഫറജഹത് ബിഹിന്ന, ആ ഒരു വ്യഭിചാരത്തിന്റെ ഭാരം ഈ 60 വർഷത്തെ അമല് അതാ പൊങ്ങി. ഈ വ്യഭിചാരത്തിന്റെ കുറ്റം, അതിന്റെ ഭാരമുള്ള, അതിന്റെ ഭാരം വെച്ചതായ തട്ട് താഴ്ന്നു പോകുന്നു.
ഇതാണ് കുറ്റം കേട്ടോ. നമ്മൾ മനസ്സിലാക്കണം, സ്വർഗത്തിന്റെയും അവന്റെയും ഇടയിലുള്ള ചെറിയ ഒരു ബന്ധമേ, ഒരു ചെറിയ അകൽച്ചയേ ഉള്ളൂ. അവനങ്ങ് മരിച്ചാൽ സ്വർഗത്തിൽ കടക്കും. ആ രൂപത്തിൽ സ്വർഗത്തിൽ കടക്കാനായ മനുഷ്യൻ ഒരു തെറ്റങ്ങ് ചെയ്യുന്നു, അല്ലാഹു പൊറുക്കാതെ പോയാൽ അവൻ നരകത്തിന്റെ ഉടമയാണ്. 4 ഹദീസിൽ അതുപോലെ ഓപ്പോസിറ്റും കാണാം.